ഇന്ന് അല്പനേരത്തെ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വചനഭാഗമാണ്. വചനഭാഗം നമുക്ക് ചേർന്ന് ഒരു പ്രാവശ്യം വായിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞത് ക്രിസ്തുവാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രകാശം ക്രിസ്തു തന്നെയാണ്. ഈ ക്രിസ്തു നമ്മളോട് ഓരോരുത്തരോടും വിരൽ ചൂണ്ടി പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളോട് പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി മാറുക. ആ പ്രകാശത്തിൽ നിന്നും പ്രകാശം സ്വീകരിച്ച് നാം ആയിരിക്കുന്നത് എവിടെയാണോ അവിടെ പ്രകാശം പരത്തുന്ന വിളക്കുകളായി മാറുക എന്ന ദൗത്യമാണ് ക്രിസ്തു നമ്മളെ ഭരമേൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ക്രൈസ്തവരായിരിക്കുക എന്ന് പറഞ്ഞാൽ, നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാവുക എന്ന് പറഞ്ഞാൽ, എല്ലായിടത്തും പ്രകാശം പരത്താൻ കഴിയുന്ന വിളക്കുകളായി മാറുക എന്ന് തന്നെയാണ് ക്രിസ്തു നമ്മളെ കൊണ്ട് കരുതുക. എന്താണ് വിളക്കിൻ്റെ പ്രത്യേകത? വിളക്കിനുള്ള പ്രത്യേകത അത് തെളിച്ചാൽ മാത്രം പ്രകാശിക്കുന്ന ഒന്നാണ്. പലപ്പോഴും നാം ആഗ്രഹിക്കുക അല്ലെങ്കിൽ നാം കരുതുക സ്വയത്തിൽ തന്നെ നമുക്ക് പ്രകാശിക്കാൻ കഴിയും. എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ പാണ്ഡിത്യം കൊണ്ട്, ഇതുകൊണ്ടൊക്കെ എനിക്ക് പ്രകാശിക്കാൻ കഴിയുമെന്നാണ് പലപ്പോഴും നമ്മളുടെയൊക്കെ ധാരണ. പക്ഷേ ഇവിടെ ക്രിസ്തു വലിയൊരു തിരുത്തൽ നമുക്ക് നൽകുന്നുണ്ട്. കൊളുത്തിയാൽ മാത്രം പ്രകാശിക്കുന്ന ഒന്നാണ് വിളക്ക്. കാരണം ക്രിസ്തു ഇത് പറയുന്നത് പാലസ്തീനിയ സമൂഹവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഉപമയാണ്. തൻ്റെ പ്രഭാഷണങ്ങളോട് ബന്ധപ്പെട്ടാണ് ക്രിസ്തു ഇത് പറയുക. പാലസ്തീനിയയിലെ വീടുകളിൽ മുഴുവൻ ഒറ്റമുറിയുള്ള ഭവനങ്ങളാണ്. ഈ ഭവനങ്ങളിൽ വലിയൊരു വിളക്കുകാലുണ്ടായിരിക്കും. ഈ വിളക്കുകാലിൽ കൊളുത്തി വയ്ക്കുന്ന ദീപം എന്ന് വെച്ചാൽ ഒലിവെണ്ണ പകർന്ന് കൊളുത്തുന്ന ദീപത്തെയാണ് ക്രിസ്തു ഇവിടെ സൂചിപ്പിക്കുക. പക്ഷേ അപ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ വിളക്കുകാലിലെ വിളക്കിലേക്ക് ആദ്യമായി നാം എണ്ണ പകരേണ്ടതുണ്ട്. എണ്ണ പകർന്നിട്ടായിരിക്കണം നാം തിരി തെളിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു ഇതിലൂടെ നമ്മളോട് പറയുന്നു, കൊളുത്തിയാൽ മാത്രം പ്രകാശിക്കുന്ന എണ്ണവിളക്കുകളായി നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട്. നാം എങ്ങനെയാണ് ഈ ദീപത്തെ പ്രകാശിപ്പിക്കേണ്ടത്? ക്രിസ്തുവാകുന്ന എണ്ണ പകർന്ന് നാം ആകുന്ന ദീപത്തെ പ്രകാശിപ്പിക്കണമെന്നാണ് ക്രിസ്തു നമ്മളിലൂടെ ആഗ്രഹിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിലൂടെ ക്രിസ്തു നമ്മളോട് സൂചിപ്പിക്കുന്നു, നമ്മളിലേക്ക് എണ്ണ പകരേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹമാകുന്ന, ക്രിസ്തുവിൻ്റെ ജീവിതമാകുന്ന, ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ജീവിതമാകുന്ന എണ്ണ നമ്മളിൽ ഓരോരുത്തരിലേക്കും പകർത്തുകയും അങ്ങനെ ക്രിസ്തുവിൻ്റെ വിളക്കായി നാം പ്രകാശിക്കുകയും ചെയ്യുക. നാം ആയിരിക്കുന്ന ഭവനത്തിൽ പ്രകാശം പരത്തുക, നാം ആയിരിക്കുന്ന ഇടവകയിൽ പ്രകാശം പരത്തുക, നാം ആയിരിക്കുന്ന ജോലി മേഖലയിൽ പ്രകാശം പരത്തുക, നാം ആയിരിക്കുന്നത് എവിടെയാണോ ഇവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ വിളക്കുകളായി നമ്മൾ ഓരോരുത്തരും മാറുക. ഇതാണ് നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നത്. സഹോദര, വചനം കേൾക്കുമ്പോൾ നീ ഒന്ന് ചിന്തിക്കണേ, നീ ഒന്ന് ധ്യാനിക്കണേ. ഞാൻ ആയിരിക്കുന്ന ഭവനത്തിൽ ക്രിസ്തുവിൻ്റെ വിളക്കായി ഞാൻ മാറുന്നുണ്ടോ? ഞാനായിരിക്കുന്ന ഭവനത്തിൽ ഞാൻ ക്രിസ്തുവിൻ്റെ വിളക്കായി തന്നെയാണോ എരിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്നത്? നാം ഒന്ന് ധ്യാനപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. ഒരുപക്ഷേ ക്രൈസ്തവരായ നമ്മളെ ആയിരിക്കും സുവിശേഷമായി മറ്റു പലരും വായിക്കപ്പെടുക എന്നുകൂടി നാം ഇതിനോടൊപ്പം ചിന്തിക്കേണ്ടതുണ്ട്. സഹോദര, തീർച്ചയായും അപരൻ നമ്മളെയാണ് വായിക്കപ്പെടുന്ന സുവിശേഷമായി വ്യാഖ്യാനിക്കുക. അതുകൊണ്ട് തന്നെ അവൻ നോക്കുക, ക്രിസ്ത്യാനിയായ നമ്മളിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായും സുവിശേഷത്തെ ദർശിക്കുന്നത് നമ്മളിലൂടെ തന്നെയാണ്. ആ അർത്ഥത്തിൽ നിന്നുകൊണ്ടാണ് നാം ലോകത്തിൻ്റെ വിളക്കായി മാറുക എന്ന ക്രിസ്തു മൊഴികളെ നാം വ്യാഖ്യാനിക്കേണ്ടത് എന്ന് നാം കരുതേണ്ടതുണ്ട്. നമുക്ക് കഴിയുന്നുണ്ടോ ഈ ക്രിസ്തുവിൻ്റെ വായിക്കപ്പെടുന്ന സുവിശേഷമായി, ക്രിസ്തുവിൻ്റെ പ്രകാശമായി നമുക്ക് മാറുവാൻ? അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുക, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ആത്മാവിൽ മരിച്ചവരെ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കട്ടെ. ക്രിസ്തു പ്രകാശിക്കുന്ന വിളക്കുകളായി നമ്മൾ മാറുക. സഹോദരങ്ങളെ, ഇനി രണ്ടാമത്തെ പ്രത്യേകതയിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഈ വിളക്കിൻ്റെ പ്രത്യേകത മറ്റൊന്ന്, അത് എരിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നാം കത്തിക്കൊണ്ടിരിക്കവേ മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നു. പ്രകാശം പരത്തുന്ന ഈ വിളക്കിൽ തിരി എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് തീരേണ്ടതുണ്ട്. ഞാൻ ആയിരിക്കുന്ന ഭവനത്തിൽ ഒരു പിതാവ് എന്ന നിലയിൽ ഞാൻ എൻ്റെ മക്കളുടെ മുമ്പിൽ എരിഞ്ഞു തീരുന്ന പ്രകാശമായി മാറേണ്ടതാണ്. ഞാൻ
ആയിരിക്കുന്ന ഭവനത്തിൽ എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ എരിഞ്ഞു തീരുന്ന പ്രകാശമായി മാറേണ്ട ദൗത്യമാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് പലപ്പോഴും നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവ് നമുക്ക് കാണിച്ചു തന്ന വലിയ പാഠം അതാണ്. സ്വയം വിരുന്നായി മാറുന്ന, സ്വയം അപ്പമായി മാറുന്ന ഒരു വലിയ വിരുന്നുമേശയിലേക്കാണ് കർത്താവ് നമ്മളെ ക്ഷണിച്ചത്. ആ വിരുന്നുമേശയിൽ കർത്താവ് നമ്മളോട് പറയുന്നു, ഞാൻ തന്നെ നിങ്ങൾക്കിതാ ഭക്ഷണമായി തീരുന്നു. ഇതുപോലെ ഞാനായിരിക്കുന്ന ഭവനത്തിൽ, ഞാനായിരിക്കുന്ന ഇടവകയിൽ നാം ഇതുപോലെ എരിഞ്ഞു തീരുന്ന വിളക്കുകളായി മാറുന്നുണ്ടോ? പലപ്പോഴും നമുക്കതിന് കഴിയുന്നില്ലെന്ന് നാം സങ്കടത്തോടെയെങ്കിലും സമ്മതിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇവിടെ നാം ധ്യാനപൂർവ്വം ചിന്തിക്കണം, ഞാൻ എരിഞ്ഞു തീരുന്ന വിളക്കായി മാറുന്നുണ്ടോ? എരിഞ്ഞു തീരുവാൻ എത്രമാത്രം എൻ്റെ ചുറ്റും നിൽക്കുന്നവർക്ക് വേണ്ടി, എൻ്റെ ഭവനത്തിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടി, എൻ്റെ ഇടവകയിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടി എത്രമാത്രം ഞാൻ എരിഞ്ഞു തീരുന്നുണ്ട്, എത്രമാത്രം ഞാൻ എരിഞ്ഞു കത്തുന്നുണ്ട്. ഇന്നത്തെ പലപ്പോഴും ക്രൈസ്തവൻ കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. പക്ഷേ സഹോദര സഹോദരി, നീ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഞാനൊന്ന് പറയട്ടെ, നീ എരിഞ്ഞു കത്തി മറ്റുള്ളവർക്ക് പ്രകാശം പകരേണ്ട വിളക്ക് തന്നെയാണ്. അതാണ് ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഡൊമിനിക് ലാപ്പിയർ എന്ന ഒരു എഴുത്തുകാരൻ്റെ വളരെ പ്രശസ്തമായ ഒരു നോവലുണ്ട്, സിറ്റി ഓഫ് ജോയ് എന്ന പേരിൽ വളരെ പ്രശസ്തമാണ് ആ നോവൽ. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാനെന്നോ വായിച്ചൊരു നോവലാണ് സിറ്റി ഓഫ് ജോയ്. അതിലൊരു കഥാപാത്രമുണ്ട്, ഒരു റിക്ഷാക്കാരനാണ്, റിക്ഷ വലിക്കുന്നവനാണ്. ഹസാരിപാൽ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ഈ ഹസാരിപാൽ ഒരിക്കൽ ഒരു യാത്രക്കാരനെയുമായി റിക്ഷ ചവിട്ടി വിയർത്തൊലിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇടയ്ക്ക് റിക്ഷയൊന്ന് നിർത്തിയിട്ട് അദ്ദേഹം ചുമച്ചു തുപ്പിയപ്പോൾ അതിൽ നിന്ന് മുഴുവൻ പുറത്തേക്ക് വന്നത് മുഴുവൻ ചോരയാണ്. റിക്ഷയിലിരുന്ന യാത്രക്കാരൻ ഉടനെ ഇദ്ദേഹത്തോട് ആക്രോശിച്ചു, മനുഷ്യ, നിങ്ങളെന്താ കാണുന്നില്ലേ? നിങ്ങൾ ചുമച്ചു തുപ്പുന്നത് ചോരയാണ്. നിർത്തിയിട്ട് എവിടെയെങ്കിലും ആശുപത്രിയിൽ പോയി ചികിത്സ തേട്. ഉടനെ ഹസാരിപാൽ എന്ന റിക്ഷാക്കാരൻ പറയുകയാണ്, എനിക്കറിയാം സഹോദര, എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്ക് റിക്ഷ വലിച്ചേ പറ്റൂ. എനിക്കായി കാത്തിരിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. ഈ കുഞ്ഞിൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി സ്ത്രീധനം കൊടുക്കാൻ ഒരു 500 രൂപ കൂടി എനിക്ക് കരുതേണ്ടതുണ്ട്. ഉടനെ ഈ റിക്ഷാക്കാരൻ ഹസാരിപാലിനെയും വിളിച്ചുകൊണ്ട് ഏതൊക്കെയോ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി ഏതൊക്കെയോ പേപ്പറുകളിൽ ഒപ്പിടുവിച്ചു. 500 രൂപയും അയാൾക്ക് പ്രതിഫലമായി കിട്ടി. കുറേ ദിവസങ്ങൾ കടന്നുപോയി. മകളുടെ കല്യാണം വളരെ ആർഭാടപൂർവ്വം തന്നെ നടന്നു തീർന്ന് മകളും വരനും കൂടി ഹസാരിപാലിൻ്റെ പാദം തൊട്ട് നമസ്കരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ച് നിമിഷങ്ങൾക്കകം ഹസാരിപാൽ അവിടെ ചുമച്ച് കുരച്ച് മരിച്ചു വീഴുകയാണ്. മരിച്ചു വീണ ഉടനെ ഏതോ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസ് എത്തുന്നു. അവർ ഹസാരിപാലിൻ്റെ മൃതദേഹം ആംബുലൻസിൽ കയറ്റുകയാണ്. തൻ്റെ ശരീരത്തെ കീറി മുറിച്ച് ആ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിട്ടാണ് അദ്ദേഹം അന്ന് 500 രൂപ കരസ്ഥമാക്കിയത്. നോക്കുക, സ്വയം മകൾക്ക് വേണ്ടി എരിഞ്ഞു കത്തുന്ന ഒരു വിളക്കായി ഹസാരിപാൽ മാറുകയാണ് അവിടെ. ഈ നോവലിലെ ഈ ഭാഗം വായിക്കുമ്പോൾ കണ്ണിൽ ഒരു നനവൂറാതെ ആർക്കാണ് വായിച്ചു പോകാനാവുക? എൻ്റെ സഹോദര സഹോദരി, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ, നാം ആയിരിക്കുന്ന ജീവിത അന്തസ്സിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഭവനത്തിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ എത്രമാത്രം നാം എരിഞ്ഞ് കത്തുന്നുണ്ട്, നമ്മളെ തന്നെ എത്രമാത്രം നാം പകുത്തു കൊടുക്കുന്നുണ്ട്, നമ്മളൊന്ന് ധ്യാനിക്കേണ്ടതല്ലേ? എങ്കിൽ തീർച്ചയായും ക്രിസ്തുവിലേക്ക് അനേകരെ ആകർഷിക്കാൻ എനിക്ക് കഴിയും കേട്ടോ. അനേകരെ നിൻ്റെ പ്രകാശം കണ്ടിട്ട് അനേകർ തീർച്ചയായും ക്രിസ്തുവിലേക്ക് ആനയിക്കപ്പെടും. അതുകൊണ്ട് ഒന്നാമതായി ഇതിലൂടെ നമ്മളോട് പറയുന്നത് ഇതാണ്, നീ ലോകത്തിൻ്റെ വെളിച്ചമായി മാറുക. പക്ഷേ ഇവിടെ രണ്ടാമതൊരു സാധ്യതയും കർത്താവ് കാണാതിരിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനോട് തുടർന്ന് കർത്താവ് ഇങ്ങനെ തന്നെ പറയുന്നത്, ആരും വിളക്ക് കത്തിച്ച് പറയുടെ കീഴിലല്ല വയ്ക്കുക. ഇത് വായിക്കുമ്പോൾ ഈ വരികൾ എന്നെ ഭയപ്പെടുത്തുന്നുണ്ട് പലപ്പോഴും. നോക്കുക, കർത്താവ് പറയുന്നു, വിളക്ക് കത്തിച്ചാരും പറയുടെ കീഴിലല്ല വയ്ക്കുക, തണ്ടിന്മേലാണ് വയ്ക്കുക. സഹോദരങ്ങളെ, നമ്മളൊക്കെ വിളക്ക് കത്തിച്ച് പറയുടെ കീഴിൽ വയ്ക്കുന്നവരാണ്. ഇതാണ് നമ്മുടെ ആധ്യാത്മികതയുടെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പരിമിതിയും ഏറ്റവും വലിയൊരു ദുരന്തവും ഇത് തന്നെയാണെന്ന് തിരിച്ചറിയണം. നമ്മൾ വിളക്ക് കത്തിച്ച് പറയുടെ കീഴിൽ വയ്ക്കുന്നവരാണ്. പറ എന്താണ്? ഒരു കാർഷിക സംസ്കാരത്തെ പ്രതിനിധീകരിച്ചാണ് ക്രിസ്തു ഈ ഉപമ നമ്മളോട് പറയുക. ഇത് പറയുമ്പോൾ പറ നമ്മൾ തിരിച്ചറിയണം, പറ ഒരളവുപാത്രം തന്നെയാണ്. നമ്മുടെ ആധ്യാത്മികത പോലും ഇന്ന് അളവുപാത്രങ്ങളായി മാറിയിരിക്കുന്നു. വിൽക്കാനും വിത്ത് സൂക്ഷിക്കാനും ഒക്കെയുള്ള അളവുപാത്രങ്ങളായി നമ്മുടെ ആധ്യാത്മികതയെ പോലും നമ്മൾ രൂപപ്പെടുത്തി മാറ്റിയിരിക്കുന്നു. ഇതാണ് ഇന്ന് ആധ്യാത്മികത നേരിടുന്ന രണ്ടാമത്തെ ഒരു ദുരന്തം. ഇതാണ്
നമ്മളൊക്കെ പ്രകാശം, ക്രിസ്തുവിൻ്റെ പ്രകാശം ഉള്ളിൽ പേറുന്നവരാണ്. ക്രിസ്തുവിൻ്റെ പ്രകാശം സമൂഹത്തിന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ വിളക്ക് കൊളുത്തി വയ്ക്കുന്നു. ഈ വിളക്ക് കൊളുത്തി വയ്ക്കുന്നത് എവിടെ മാത്രമാണ് സഹോദരങ്ങളെ? നമ്മുടെ സ്വാർത്ഥതയുടെ ചുറ്റുവട്ടത്തിൽ മാത്രം, നമ്മളുടെ ഇഷ്ടങ്ങളുടെ ചുറ്റുവട്ടത്തിൽ മാത്രം, എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ആവശ്യങ്ങളുടെ ചുറ്റുവട്ടത്തിൽ മാത്രം. ഇന്ന് അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും സംഭവിക്കുക, നമ്മളിന്ന് ദേവാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു, ധ്യാന കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു, നമുക്കിന്ന് പ്രാർത്ഥനകളേ ഉള്ളൂ. നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുന്നവരാണ്, വെറുതെ അർത്ഥിക്കുന്നവരാണ്. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ സ്വാർത്ഥതകൾക്ക് വേണ്ടി, കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടിയുള്ള അന്വേഷണങ്ങളല്ല. അതുകൊണ്ടാണ് സുറിയാനി സഭയിൽ ഒരിക്കലും സഭാപിതാക്കന്മാർ പ്രാർത്ഥന എന്നൊരു വാക്ക് പലപ്പോഴും പഠിപ്പിക്കുന്നില്ല. നമസ്കാരം എന്നാണ് പഠിപ്പിക്കുക. നമസ്കാരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അകത്തെ തമസ്കരിക്കുന്നവനെ നമസ്കരിക്കാനാകൂ. ആദ്യം നിന്നെ തന്നെ വെടിഞ്ഞ് നീ കർത്താവിനെ അനുഗമിക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, നിൻ്റെ ഇഷ്ടം. നമ്മളിന്ന് നമ്മളുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് തേടുക. അതുകൊണ്ട് ഈ സ്വാർത്ഥതയുടെ ചുറ്റുവട്ടത്തിനുള്ളിൽ, ഈ പറയുടെ കീഴിലാണ് നമ്മൾ നമ്മുടെ വിളക്ക് കൊളുത്തി വയ്ക്കുക. നമ്മൾ നമ്മളെ മാത്രമാണ് സ്നേഹിക്കുക. ഇതല്ലല്ലോ ക്രിസ്തു പഠിപ്പിച്ചത്. നമ്മളിന്ന് ഞാൻ ജീവിക്കണം, ഐ എക്സിസ്റ്റൻസ്, ഞാൻ ജീവിക്കണം, എൻ്റെ കുടുംബം ജീവിക്കണം, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങൾ, ഞാൻ എന്ന ഒരു ചുറ്റുവട്ടത്തിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നു. നമ്മുടെ ആധ്യാത്മികത പോലും പങ്കുവെക്കലിൻ്റെ സുവിശേഷങ്ങളിൽ നിന്ന് നമ്മൾ പിന്മാറി പോന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോഴും ആധ്യാത്മികതയിൽ ഏറെ വളർന്നു എന്ന് അഭിമാനിക്കുന്നവർ പോലും പഴയ നിയമം നമ്മളെ പഠിപ്പിച്ച ആ ദശാംശത്തിൻ്റെ ചുവടുകളിലാണ് ഇന്നും നമ്മൾ നിൽക്കുക. പഴയ നിയമത്തിൽ ശരിയാണ് സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ദശാംശം നീ ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടത് തന്നെയാണ്. പക്ഷേ പുതിയ നിയമം അതല്ലോ പഠിപ്പിക്കുക. യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞത് പകുതി കൊടുക്കാനാണ്. 2 ഉടുപ്പുള്ളവൻ 1 ദാനമായി നൽകട്ടെ. പകുതി തന്നെ നീ കർത്താവിന് വേണ്ടി മാറ്റിവെക്കുക. കർത്താവാകട്ടെ നമ്മളെ പഠിപ്പിച്ചത് നിന്നെ തന്നെ മാറ്റിവെക്കുക എന്നാണ്. നിന്നെ തന്നെ മാറ്റിവെക്കുക. ഇന്ന് നമുക്ക് ഇതില്ലാതെ പോകുന്നു സഹോദരങ്ങളെ, ഇന്ന് നമുക്കില്ലാതെ പോകുന്ന ഇതാണ്. അതുകൊണ്ട് പങ്കുചേരലിൻ്റെ ആധ്യാത്മികത നമുക്കിന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്നു. പങ്കുചേരലുകളില്ലാതെയായിരിക്കുന്നു. ഞാൻ എന്ന ഏകകത്തിലേക്ക്, ഞാൻ എന്ന സ്വാർത്ഥതയിലേക്ക് നമ്മുടെ ആധ്യാത്മികതകൾ ചുരുങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് വലിയൊരു ദുരന്തമാണ്. ഈ ദുരന്തത്തെ നാം കാണാതിരുന്നുകൂടാ. ഈ ദുരന്തത്തിനെതിരെ നമ്മൾ യഥാർത്ഥത്തിൽ ശക്തമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചതും ഇതുവരെ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആവശ്യപ്പെട്ടതുമെല്ലാം നീ തിരിച്ചറിയുക. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമായിരുന്നു എന്ന് നീ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മളെ വിളിക്കുന്നത് നാം തിരിച്ചറിയണം. ശിഷ്യന്മാരെ വിളിക്കുന്നത് തീർച്ചയായും നമ്മൾ ചിന്തിക്കുക, തന്നെ അനുഗമിക്കുന്നതിന് വേണ്ടിയാണ്. തന്നെ അനുഗമിക്കുന്നതിന് വേണ്ടിയാണ്. അവൻ നടന്ന വഴികളിലൂടെ നടക്കുന്നതിന് വേണ്ടിയാണ്. അവൻ്റെ സാന്നിധ്യം ലോകത്തെ തിരിച്ചറിയിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് എന്നെയും നിന്നെയും കാണുന്ന സമൂഹം തീർച്ചയായും ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് സഭയിൽ പൂർത്തീകരിക്കപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. നിൻ്റെ ഭവനത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. നീ ആയിരിക്കുന്ന ജോലി മേഖലയിൽ നിന്നിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, നിന്നെ കാണുന്നതിലൂടെ എത്ര പേർക്ക് ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആകുന്നുണ്ട്? നമുക്കിന്ന് വെട്ടിപ്പിടിക്കലിൻ്റെയും ആർത്തിയുടെയും സംസ്കാരത്തിലാണ് നമ്മളിന്ന് ജീവിക്കുക. എത്ര നേടിയാലും മതിയാകാതെ വരുന്നൊരു സംസ്കാരം, എത്രയൊക്കെ സമ്പാദിച്ചാലും മതിയാകാതെ വരുന്ന ഒരു സംസ്കാരം, ഇതിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക. നോക്കുക, ലോകത്തിന് മുഴുവൻ പ്രകാശം കൊളുത്തി നിന്ന മദർ തെരേസയെ നമ്മൾ കാണുന്നുണ്ട്. ഈ മദർ തെരേസ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒടുവിൽ അവരുടേതായി നീക്കിവയ്പായി അവർക്ക് ശേഷിച്ചത് 1 മഗ്ഗും 2 സാരിയുമായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. നോക്കുക, ലോകത്തിന് മുഴുവൻ പ്രകാശം പരത്തി, ലോകത്തിൻ്റെ പ്രകാശമായി ക്രിസ്തുവിൻ്റെ പ്രകാശം ലോകത്തിന് പകർത്തിക്കൊടുത്ത ഒരു പാവം കന്യാസ്ത്രീ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒടുവിൽ അവർക്ക് ശേഷിപ്പായി ഉണ്ടായിരുന്നത് 2 സാരിയും 1 മഗ്ഗും 1 ബക്കറ്റും മാത്രം. നമുക്കൊക്കെ ജീവിക്കാൻ എന്തിനാ കൂടുതൽ? പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. വെറുതെ ഈ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദര, നമ്മളുടെ ഈ കൊച്ചു ജീവിതത്തിൽ നീ നിൻ്റെ വീട്ടിലൊന്ന് പരതി നോക്കുക. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എൻ്റെ വീട്ടിൽ തന്നെ, എൻ്റെ അലമാരിയിൽ തന്നെ ഇന്ന് സൂക്ഷിച്ചിട്ടുള്ളത്. നീ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്ന എത്രയോ നിർധനൻ, എത്രയോ പാവപ്പെട്ടവൻ നിനക്ക് ചുറ്റിലും ജീവിച്ചിരിക്കുന്നുണ്ടാകും. എത്രയോ പേർ നിനക്ക് ചുറ്റിലും ജീവിച്ചിരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് നാം നമ്മുടെ ഇടവകയിൽ ആദ്യമായി നമ്മളൊരു പങ്കുവയ്പ്പിൻ്റെ ആധ്യാത്മികതയിലേക്ക് നമ്മൾ വഴിമാറി പോകേണ്ടതുണ്ട്.
ഇത് നമുക്ക് കഴിയുന്നില്ല പലപ്പോഴും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, ക്രിസ്തുവിൻ്റെ പ്രകാശം, ക്രിസ്തുവിൻ്റെ വിളക്കുകളായി മാറേണ്ട നാം ഈ വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല വയ്ക്കേണ്ടത്. നാം നമ്മുടെ അളവ് പാത്രങ്ങൾ കൊണ്ടല്ല നമ്മുടെ ആധ്യാത്മികതയുടെ തോതിനെ നമ്മൾ അളക്കേണ്ടത്. തീർച്ചയായും ഞാൻ വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ അത്രേ വയ്ക്കേണ്ടത്. തണ്ടിന്മേൽ തന്നെ എൻ്റെ പ്രകാശം ലോകം കാണണം, എൻ്റെ പ്രകാശം എൻ്റെ ഭവനത്തിൽ വെളിപ്പെടണം, എൻ്റെ പ്രകാശം എൻ്റെ ഇടവകയിൽ വെളിപ്പെടണം, ഞാൻ ആയിരിക്കുന്നത് എവിടെയാണോ ഇവിടെയെല്ലാം എൻ്റെ പ്രകാശം വെളിപ്പെടണം. ഈ പ്രകാശഗോളങ്ങളായി മാറുവാൻ, ക്രിസ്തുവിൻ്റെ പ്രകാശം സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നവരായി മാറുവാൻ എനിക്കും നിനക്കും കഴിയണം. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ പരിമിതി. നമ്മൾ നമ്മളെ മാത്രം സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു നമ്മളെ ഇതല്ല പഠിപ്പിച്ചത് എന്ന തിരിച്ചറിവിലേക്ക് ഈ വചന ശുശ്രൂഷ നമ്മളെ നയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കുന്നവരാണ്, തീർച്ചയായും വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുക തന്നെ വേണം. പക്ഷേ നമ്മൾ സഹോദരങ്ങളെ ഒന്ന് തിരിച്ചറിയണം, ക്രിസ്തുവിൻ്റെ ജീവിതത്തെ അവർ മാതൃകകളാക്കി മാറ്റിയത് കൊണ്ടാണ്, ക്രിസ്തുവിനെ അനുധാവനം ചെയ്തതുകൊണ്ടാണ് നമ്മൾ ആ വിശുദ്ധന്മാരെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷേ നമ്മളിപ്പോൾ അതിൽ പോലും മറ്റൊരു തരം ആധ്യാത്മികതയിലേക്ക് വഴിമാറിപ്പോകുന്നില്ലേ എന്ന സന്ദേഹം എൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്നത് കൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുക. നമ്മൾ അതുപോലും അളവ് പാത്രങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുക. വളരെ ഖേദത്തോടു കൂടിയാണ് ഞാനിത് പറയുക. സഹോദരങ്ങളെ, അത്തരം ആധ്യാത്മികതകളെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നുണ്ടോ? നമ്മുടെ ആധ്യാത്മികതകൾ വഴിതെറ്റിപ്പോകുന്നുണ്ടോ? നമ്മൾ അളവ് പാത്രങ്ങളായി സമൂഹത്തിൽ രൂപപ്പെടുന്നുണ്ടോ? ഒരു നിമിഷം ധ്യാനപൂർവ്വം ഈ വചനത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നമ്മളെ തന്നെ മനനം ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലൂടെ സഹോദരങ്ങളെ, നമ്മൾ യഥാർത്ഥത്തിലുള്ള വിളക്കുകളായി, ക്രിസ്തുവിൻ്റെ പ്രകാശഗോളങ്ങളായി മാറിയിട്ടുണ്ടോ? ധ്യാനപൂർവ്വം നമ്മളിരുന്ന് ചിന്തിക്കണം. എന്നിട്ട് ഞാനാകുന്ന വിളക്ക് കത്തിച്ച് ഞാൻ എൻ്റെ ഭവനത്തിൽ എവിടെയാണ് വെച്ചിട്ടുള്ളത്? ഭവനത്തിൽ എല്ലാവർക്കും പ്രകാശം കിട്ടത്തക്ക തരത്തിൽ തണ്ടിന്മേൽ തന്നെയാണോ ഞാൻ എൻ്റെ വിളക്ക് തൂക്കിയിട്ടുള്ളത്? എല്ലാവർക്കും ഞാൻ എൻ്റെ ഭവനത്തിലൊരു പ്രകാശമായി മാറുന്നുണ്ടോ? എൻ്റെ ഇടവകയിൽ ഞാനൊരു പ്രകാശമായി മാറുന്നുണ്ടോ? നമ്മളൊന്ന് ധ്യാനിക്കണം. സ്വയം ഇരിഞ്ഞ് കത്തി തീരുന്ന വിളക്കുകളായി നമ്മൾ മാറുക. ഇതാ ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക. പക്ഷേ ഈ ഗ്ലോബലൈസേഷൻ്റെയും കമ്പോളവൽക്കരണത്തിൻ്റെയും ഒക്കെ പിടിയിലകപ്പെട്ടു പോയ നാം ആധ്യാത്മികതയെ പോലും പറയുടെ കീഴിൽ അളവ് പാത്രങ്ങൾക്കുള്ളിൽ വളരെ സുരക്ഷിതമായി ഒളിച്ചു വെച്ചിട്ട് ആധ്യാത്മികതയുടെ വൈകാരിക അനുഭൂതികളിൽ സംതൃപ്തി അടയുന്നവരാണ്. ആ സംതൃപ്തി അല്ല കർത്താവ് ഒരിക്കലും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ആത്മീയതയിലേക്ക് മടങ്ങി വരാൻ നമുക്കേവർക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, കരങ്ങൾ കൂപ്പി നമുക്ക് പിടിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച്